ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അഫോർഡബിൾ അപ്പേറൽ സ്പേസിലുള്ള കമ്പനികളെ പറ്റിയിട്ടാണ്. സോ ആ ഒരു സെക്ടറിലെ മൊത്തം സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ ഇവിടുത്തെ V2 റീറ്റെയിലിൻ്റെ Q1 റിസൾട്ടിൻ്റെ അപ്ഡേറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ വന്ന ബാക്കിയുള്ള 3 കമ്പനികളെ കുറിച്ചിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ട്രെൻഡാണ്. ട്രെൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റുഡിയോ ഒക്കെ ഓൺ ചെയ്യുന്നവരാണ്. സ്റ്റുഡിയോ വെസ്റ്റ് സൈഡൊക്കെ ട്രെൻഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ആ ട്രെൻഡിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ബസാർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ വി മാർട്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു സ്റ്റോക്ക് ഉണ്ട്. ഈ ഒരു 3 സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ V2 റീറ്റെയിലിനോട് കമ്പയർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു സെക്ടറിലെ Q1 അപ്ഡേറ്റിൻ്റെ സമയത്ത് ഏതൊരു സ്റ്റോക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേനും നമുക്ക് V2 റീറ്റെയിലിനെ പറ്റി നമുക്ക് ഏറ്റവും അവസാനം സംസാരിക്കാം. ആദ്യം നമുക്ക് ട്രെൻഡിൻ്റെ റിസൾട്ട് നോക്കാം. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവർ ഏകദേശം 19% ആണ് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് 19%. ആ ഒരു സ്റ്റോക്കിനെ പറ്റി നമ്മൾ നേരത്തെ നോക്കിയാൽ FY24 2024 FY24 ഏകദേശം 50% മുകളിൽ ഗ്രോ ചെയ്ത കമ്പനിയാണ്. FY25 ആയപ്പോഴത്തേനും അത് 40%. FY26 ആയ സമയത്ത് അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 16-17% ഗ്രോത്ത് ആണ് കമ്പനിയിലുണ്ടായത്. കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു കാര്യമല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് അവരുടെ സ്റ്റോക്ക് പ്രൈസിൽ നോക്കിയാലും കാണാനായിട്ട് പറ്റും. FY24 പകുതിയായ സമയത്താണ് അവർ ഈ പറഞ്ഞ ഗ്രോത്ത് കാര്യങ്ങൾ 50% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി 40-38 ആ ഒരു ശതമാനത്തിലേക്ക് താഴേക്കായിട്ട് അവരുടെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സമയം തൊട്ട് തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോയി. ഇപ്പം നോക്കിയാൽ സ്റ്റോക്കിന്റെ പി റേഷ്യോ ഒക്കെ 90 മുകളിലാണ് അവരുടെ പി റേഷ്യോ വരുന്നത്. അത് നന്നായിട്ട് പെർഫോം ചെയ്ത സമയത്ത് 200-250 പി റേഷ്യോ ഒക്കെ കൊടുക്കാൻ ആൾക്കാർ റെഡി ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അതിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് ആ ഒരു രീതിയിലുള്ള പറഞ്ഞ പി റേഷ്യോ കാര്യങ്ങളൊക്കെ സ്റ്റോക്കിന് കിട്ടിയിരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ 20%ലേക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 90p എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത 4 മുകളിലാണ് അവരുടെ പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞായിട്ടാണ് കമ്പനിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ല സ്റ്റോക്കായിട്ട് തോന്നുന്നില്ല. ഇനി ആ സ്റ്റോക്കിൽ ഇപ്പോൾ പ്രൈസ് എത്ര താഴേക്ക് വന്നെന്ന് പറഞ്ഞാൽ പോലും സ്റ്റോക്കിൽ ഇനി നല്ല രീതിയിലൊരു മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തിൽ ഈ പറഞ്ഞ റവന്യൂ ഗ്രോത്തിൽ കാര്യങ്ങളിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നാലേ ഉള്ളൂ നല്ല രീതിയിൽ അവിടെ ഒരു ഗ്രോത്ത് നമുക്ക് ആ ഒരു സ്റ്റോക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് ഇപ്പം തന്നെ നോക്കിയാൽ ഏകദേശം 1300 ഷോറൂംസോളം ഉണ്ട്. ഈ സ്റ്റുഡിയോ തന്നെ നോക്കിയാൽ ഏകദേശം 1000 ഷോറൂംസോളം ഇപ്പോൾ ആയിട്ടുണ്ട്. 980 ഷോറൂമിന് മുകളിൽ സ്റ്റുഡിയോയിൽ മാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ബേസിലുള്ള ഒരു കമ്പനിയാണ്. കാരണം വലിയ ബേസ് ആണ് അവർക്കുള്ളത്. അതിന്റെ മുകളിൽ അവർ ഈ പറഞ്ഞ 30-40-50% ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ ഇനി പണ്ടത്തെ പോലെ ഒരു 60-70% ഗ്രോത്ത് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എന്തായാലും മിനിമം ഈ പറഞ്ഞ 15-20% ഒന്നും ഗ്രോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതിന് മുകളിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്രസീവ് എന്നല്ല, എനിക്ക് ഏറ്റവും ഈ ഒരു സെക്ടറിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കായിട്ടാണ് ഈ പറഞ്ഞ ട്രെൻഡിനെ ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ബസാർ സ്റ്റൈൽ നോക്കിയാൽ ബസാർ സ്റ്റൈലിൽ ഏകദേശം 29%-ാണ് റവന്യൂ ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ ഷോറൂംസ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏകദേശം 18 ഷോറൂംസ് ഓപ്പൺ ചെയ്തു. അതുപോലെ പക്ഷേ 5 ഷോറൂംസ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് നല്ല നമ്പറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 18 ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ട് 5 ഷോറൂം ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവരിങ്ങനെ ഷോറൂം ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഇവർക്ക് എക്സ്പെൻസ് കൂടുതലുള്ളൂ. നമുക്ക് വേണ്ടത് ഈ ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പെർഫോം ചെയ്ത് അത് റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെയിം ടൈമിൽ ഇവരിപ്പോൾ 18 ഓപ്പൺ ചെയ്താലും പക്ഷേ അവിടെ നെറ്റിൽ ഏകദേശം 13 ഷോറൂംസിന്റെ എഫക്റ്റേ വരുന്നുള്ളൂ. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് അവർ ഗൈഡ് ചെയ്തിരിക്കുന്ന 60-80 ഷോറൂംസോളം ഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യമാണ്. സോ അത് വെച്ച് നോക്കിയാൽ ഏകദേശം 13 ഷോറൂംസോളാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ ഒരു കൃത്യമായിട്ട് നെറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ അത് കുഴപ്പമില്ലാത്തൊരു നമ്പർ എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. റവന്യൂ ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞാൽ 29% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവർ 25% ഗൈഡ് ചെയ്യുന്നത്. അതിന് മുകളിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. SSST നോക്കിയാൽ ഏകദേശം 7% SSST ആണ് കമ്പനിയിലുള്ളത്. ഷോറൂം ഓപ്പണിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഗൈഡൻസും അതിന് മുകളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞൊരു ക്വാർട്ടറിൽ നോക്കിയാൽ അവർ ലോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ Q4 കഴിഞ്ഞ മുമ്പിലത്തെ Q4 നോക്കിയാൽ അവർക്ക് ലോസ് ആയിരുന്നുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് അവരുടെ ലോസ് കൂടുകയാണ് ചെയ്തത് കഴിഞ്ഞ ക്വാർട്ടറിൽ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ബിൽഡിംഗിൽ ഫയർ വന്നിട്ട് ഇവർ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ ഇവർക്ക് കത്തിപ്പോയിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ഫുള്ള് ക്ലെയിം ചെയ്യാനാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൽ ഫുള്ളിൽ ക്ലെയിം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ അതിന്റെ ലോസ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് കിട്ടിയതിന്റെ ബാക്കി വന്നിരിക്കുന്ന നഷ്ടം അത് അവർക്ക് ലോസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ അവർക്ക് ലോസ് വന്നു. പക്ഷേ സെയിം ടൈമിൽ മാനേജ്മെന്റ് കോൺ കോൾ ചെയ്യുന്നത് നിർത്തി. കാരണം റെഗുലർ ആയിട്ട് കോൺ കോൾ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്, ഒരു മാനേജ്മെന്റ് ആണ്. പക്ഷേ അവർ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ലോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് കോൺ കോൾ ചെയ്യുന്നത് നിർത്തുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, മാനേജ്മെന്റ് എന്താ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പ്രത്യേകം നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിലിറ്റി കിട്ടില്ല. റെഗുലർ ആയിട്ട് ചെയ്യാത്തൊരു കമ്പനിയാണ് കുഴപ്പമില്ല. പക്ഷേ റെഗുലർ ആയിട്ട് കോൺ കോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് ബസാർ സ്റ്റൈലിനെ പറ്റിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തുള്ളത് വെച്ചാൽ വി മാർട്ടാണ്. വി മാർട്ടിൽ നോക്കിയാൽ 23% അവർക്ക് ഗ്രോത്ത് വന്നിരിക്കുന്നത്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് 20% മുകളിലാണ്. സോ അതിന് മുകളിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഷോറൂം ഓപ്പണിംഗ് നോക്കിയാൽ അവർ 15 ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു ഷോറൂം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 14 ഷോറൂംസോളാണ്
അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവരും ഏകദേശം 70 തൊട്ട് 80 ഷോറൂംസ് ഈ ഒരു വർഷം ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരാണെങ്കിലും ഇവർ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഗൈഡ് ചെയ്ത പോലെയൊക്കെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. SSST നോക്കിയാൽ ഏകദേശം 9% ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അവർ മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരുന്ന 5% ആണ്. സോ അതിന്റെയൊക്കെ മുകളിൽ ഇവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. വിമാർട്ടിൽ നോക്കിയാൽ ഏകദേശം ഇപ്പോൾ ഒരു 590 ഷോറൂമിന് മുകളിൽ ഇപ്പോൾ അവർക്ക് ഷോറൂംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഞാൻ പറഞ്ഞില്ല 70 തൊട്ട് 80 ഷോറൂംസ് ആണ് അവർ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 10-15% ആണ് ഷോറൂം ഗ്രോത്ത് അവർ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അവർ ഷോറൂം ഗ്രോത്ത് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, പുതിയ ഷോറൂംസ് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെയിം ടൈമിൽ അത് നമ്മൾ നേരത്തെ സംസാരിച്ച ബസാർ സ്റ്റൈലിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 270 ഷോറൂംസാണ് ഇപ്പോൾ ഉള്ളത്. അവർ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 60 തൊട്ട് 80 ഷോറൂംസ് ആണ് ഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നത്. അത് നോക്കിയാൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം ഒരു 20-25-30% ആണ് അവർ ഷോറൂം ഓപ്പണിംഗ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം ഇതേ കാര്യം തന്നെ നമ്മൾ V2 റീറ്റെയിൽ നോക്കിയാൽ V2ൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്ത് ഏകദേശം 325 ഷോറൂംസുകളാണ് ഉണ്ടായിരുന്നത്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 170 തൊട്ട് 200 ഷോറൂംസുകളാണ്. ഏകദേശം 60% ഗ്രോത്ത് ആണ് പുതിയ ഷോറൂംസിൽ അവർ വരുത്താനായിട്ട് പോകുന്നത്. ആ ഒരു രീതിയിൽ നോക്കിയാൽ ഹൈ പേസിൽ ഗ്രോ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഇപ്പോഴും V2 റീറ്റെയിൽ ആണ്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഈ പറഞ്ഞ ബസാർ സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി V2 റീറ്റെയിലിനെ കഴിഞ്ഞ് കൂടുതൽ ഷോറൂംസോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ആ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് ബസാർ സ്റ്റൈലിന് മുകളിലേക്ക് ഷോറൂംസ് ആയിട്ട്, കാരണം V2 റീറ്റെയിൽ 135 ഷോറൂംസോളം കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയർ മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ അവർ ബസാർ സ്റ്റൈലിനെയൊക്കെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ ബീറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് V2 റീറ്റെയിൽ എങ്ങനെയാണെങ്കിലും ഒരു 500-525 ഷോറൂംസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വിമാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ വിമാർട്ടിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ഏകദേശം ഒരു 650 ഷോറൂംസിന് അടുത്തേക്കായിരിക്കും എത്താനായിട്ട് പോകുന്നത്. 600-650 ഷോറൂംസിന് ഇടയ്ക്കായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ കൊണ്ട് തന്നെ ഈ പറഞ്ഞ V2 റീറ്റെയിൽ ഈ പറഞ്ഞ വിമാർട്ടിനെ കഴിഞ്ഞ് മുകളിൽ ഷോറൂമിന്റെ എണ്ണത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഹൈ പേസിൽ തന്നെയാണ് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് 50% അവിടെ ഗൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു സ്റ്റോക്കിൽ പോലും 50% ഗൈഡൻസ് കാര്യങ്ങളൊന്നുമില്ല. ബസാർ സ്റ്റൈലിനാണെങ്കിൽ പോലും 25%, അതേപോലെ തന്നെ വിമാർട്ടിലാണെങ്കിൽ പോലും 20% ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് 50% മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവരോട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് V2 റീറ്റെയിൽ തന്നെയാണ് ഈ ഒരു സെക്ടറിൽ കോമ്പറ്റീറ്റർ ഇല്ലാതെ തന്നെ ലീഡ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ബസാർ സ്റ്റൈലിന്റെ കാര്യത്തിൽ എനിക്ക് പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ട് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്റ്റോക്കുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്നാൽ പോലും മാനേജ്മെന്റ് ഈ ഒരു രീതിയിൽ പ്രത്യേകിച്ച് കോൺകോളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഷോറൂം ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഷോറൂംസ് ഇങ്ങനെ ക്ലോസ് ചെയ്യാന്ന് പറയുന്നു അത്ര നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് നമുക്ക് വിമാർട്ടിൽ നോക്കിയാൽ 23% മാനേജ്മെന്റ് പറഞ്ഞതിന് മുകളിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലും അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലും നമുക്ക് മാർജിൻസിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് വിമാർട്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിമാർട്ടിൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാണ്ട് സാധ്യതയുള്ള സ്റ്റോക്കായിട്ടാണ് വിമാർട്ട് തോന്നുന്നത്. ട്രെൻഡ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ട്രെൻഡ് ഏറ്റവും മോശമായിട്ടാണ് ഈ ഒരു സെക്ടറിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് സ്റ്റോക്കുകളെ കാണുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കരുത്. കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്കും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. ഇവിടെ എന്തായാലും എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു V2 റീറ്റെയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കോമ്പറ്റീറ്റർ ഇല്ല തന്നെ ഫസ്റ്റ് ആയിട്ടാണ് എനിക്ക് V2 റീറ്റെയിലിന് തോന്നുന്നത്. രണ്ടാമത് നമുക്ക് ബസാർ സ്റ്റൈലിനെ അതേപോലെ തന്നെ വിമാർട്ടിനെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ ഒരു പ്രിഫറൻസ് വെച്ച് നോക്കിയാൽ ഗ്രോത്ത് നോക്കിയാൽ നമുക്ക് ബസാർ സ്റ്റൈലിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മാനേജ്മെന്റ് പെർഫോമൻസും അല്ലെങ്കിൽ അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇവരുടെ ഗൈഡൻസ് കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വരാൻ പോകുന്ന ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വെച്ച് നോക്കിയാൽ വിമാർട്ട് ഓൾമോസ്റ്റ് ബസാർ സ്റ്റൈലിന് അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഇവർക്ക് രണ്ടുപേരെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവരിൽ ആരാണ് ഏറ്റവും ഓരോരുത്തരുടെ റിസ്കിനനുസരിച്ചിരിക്കും. കാരണം പ്രത്യേകിച്ച് ബസാർ സ്റ്റൈലിന്റെ മാനേജ്മെന്റിൽ നിന്ന് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. വിമാർട്ടിലാണെങ്കിൽ പോലും നമുക്ക് അടുത്ത ഒരു വർഷമോ 2 വർഷമോ ഒരു പക്ഷേ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ് ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബസാർ സ്റ്റൈലിലേക്ക് ബീറ്റ് ചെയ്ത് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം വിമാർട്ടിന്റെ ബേസ് കാര്യങ്ങളൊക്കെ ബസാർ സ്റ്റൈലിനെ കഴിഞ്ഞും കുറച്ചുകൂടെ കൂടുതലാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിൽ പോലും നമുക്കിവിടെ ഒന്നാമത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന V2 റീറ്റെയിൽ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വാല്യൂഷൻസിന്റെ കാര്യം നോക്കിയാൽ പോലും V2 റീറ്റെയിൽ നമുക്ക് 40 താഴെയായിട്ട് ഫോർവേഡ് പിയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ ഇനിയൊക്കെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടുള്ള V2 റീറ്റെയിൽ അവിടെ ഉള്ളപ്പം നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് തേർഡ് കിടക്കുന്ന പൊസിഷനിലുള്ള സ്റ്റോക്കുകളെ പറ്റി നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.